വളരെ നിശബ്ദമായി ജാർഖണ്ഡിലെ ഈ ഗ്രാമത്തിൽ നിന്നും ഒരു പുതിയ വിപ്ലവം ആരംഭിക്കുകയാണ്. ഇത് പോക്രി കലാൻ. സ്ത്രീധനരഹിതമായി ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ വിവാഹം കൂടുതൽ സുഭദ്രവും അയത്നലളിതവുമായി നടത്താമെന്ന വളരെ മികച്ച ഒരു മാതൃകയുമായാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീധനരഹിത വിവാഹത്തെക്കുറിച്ച ചർച്ച ഇന്ത്യയിലുടനീളം ഉയരുന്നുണ്ടെങ്കിലും ജാർഖണ്ഡിലെ ഈ പിന്നോക്ക പ്രദേശത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് അല്പം കൂടി ഒരു മാറ്റമുണ്ട്. സ്ത്രീധനം വാങ്ങാതിരിക്കുക മാത്രമല്ല, നേരത്തെ വാങ്ങിയ സ്ത്രീധനം തിരിച്ചു നൽകാനും കൂടി ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഹാജി മുംതാസ് അലി നേതൃത്വം നൽകുന്ന ഈ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന വിവാഹവേദിയിൽ നിന്നാണ് ഇത്തവണത്തെ ട്രൂത്ത് ഇൻസൈഡ്. ഹാജി മുംതാസ് അലിയുടെ വീട്ടുമുറ്റത്ത് വിവാഹത്തിന് സഹായം തേടി എല്ലാ പ്രഭാതങ്ങളിലും പഴയതുപോലെ ഇപ്പോൾ ഗ്രാമീണർ കാത്തുനിൽക്കുന്നില്ല. താൻ കൊടുക്കുന്ന ചെറിയ ചെറിയ തുകകൾ കൊണ്ട് എങ്ങനെ വിവാഹം പോലെ വലിയ പണച്ചെലവുള്ള ആഘോഷങ്ങൾ നടന്നു പോകുന്നുവെന്ന മനസ്താപവുമായി ഹാജിയും ആകുലപ്പെടാറില്ല. ഇത് ആചാരങ്ങളെ മനക്കരുത്തുകൊണ്ട് മറികടന്ന ഒരു പ്രദേശത്തിന്റെ കഥയാണ്. വിവാഹങ്ങളിൽ നിന്നും സ്ത്രീധനം എന്ന ദുരാചാരത്തെ മേഖലയിലെ മുസ്ലിം കുടുംബങ്ങൾ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞു. 800-ലേറെ വിവാഹങ്ങളാണ് കഴിഞ്ഞ 1.5 വർഷ കാലയളവിൽ ഈ മേഖലയിൽ സ്ത്രീധനരഹിതമായി അരങ്ങേറിയത്. ഈ അഭിയാൻ से पहले 10% बगैर डिमांड का शादी होता था, 90% डिमांड वाली शादी होती थी. लेकिन आज के तारीख में सेम उलट गया. आज 90% विदाउट डिमांड शादी हो रही है और 10% जहां लोग जागरूक नहीं हुए हैं या जहां हमारी कमेटी मजबूत नहीं है वहां थोड़ा घुसपैठी हो रहा है. और हम समझते हैं कि आने वाले दिनों में वो भी कंप्लीट हो जाएगा. ജാർഖണ്ഡിലെ പ്രധാന വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ബേത്ലയോട് ചേർന്നാണ് പോക്കിരി. പേരിന് അല്പം കൈത്തറി വ്യവസായം ഉണ്ടെന്നതൊഴിച്ചാൽ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ലാത്ത പിന്നാക്ക പ്രദേശം. വിവാഹം വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഉത്തരേന്ത്യൻ പൊതുചിത്രം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. പെൺകുട്ടികൾ ദരിദ്ര കുടുംബങ്ങളുടെ ബാധ്യതയായി മാറുന്ന സാമൂഹിക ദുരവസ്ഥയിൽ വേദനിച്ച ഒരാൾ 1.5 വർഷം മുമ്പേ പോക്കിരി കനാലിൽ തുടക്കമിട്ട സ്ത്രീധന വിരുദ്ധ നീക്കം ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറി. പെൺകുട്ടികൾ ദരിദ്ര കുടുംബങ്ങളുടെ വേദനയായി മാറുന്ന സാമൂഹിക ദുരവസ്ഥയിൽ മനംതൊന്നാണ് ഹാജി 1.5 വർഷം മുമ്പ് സ്ത്രീധന വിരുദ്ധ നീക്കത്തിന് തുടക്കമിട്ടത്. ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി ദഹജ് റോക്കോ അഭിയാൻ മാറിക്കഴിഞ്ഞു. वो ऐसा कर रहा है तो ये तहरीक कामयाबी की ओर है. इंशाअल्लाह रहमान आगे भी हम लोग कामयाब होंगे. अब इनके गार्जियन ये वालिद भी जान लेना चाहेंगे तो नहीं लेंगे. इस बिना पर हम लोग की बैठक होती थी. एक जगह हम लोग बहुत से माने लोग बैठते थे और उसमें गरीबों का देखने के लिए, गरीबों को उत्थान के लिए सोचते थे. और ये जो लोग चंदा वगैरह के लिए हमारे पास आते थे दरख्वास्त लेकर के, तो मैं पेश कर देता था हाजी को कि इसको क्या निराकरण कैसे किया जाए, इसको कैसे शादी किया जाए. तो हम लोग में एक सुझाव सूझी, हम लोग बैठ करके इसको सोचे कि नहीं एक तहरीके हम लोग छेड़ दें ताकि इस पर पाबंदी हो जाए. लेन देन का जो है शादी होने का, ये 1 लाख इतना गाड़ी ये सामान वो सामान उसको बंद कराया जाए किसी तरह से. ജാർഖണ്ഡിലെ പലേമു, ലത്തേഹാർ, ഗഡ്വ ജില്ലകളിൽ ഏത് വീട്ടിലും അറിയപ്പെടുന്ന ഒരു പേരായി ഇന്ന് ഹാജി മാറിക്കഴിഞ്ഞു. മുസ്ലിങ്ങളും അല്ലാത്തവരുമൊക്കെ നിശ്ചയദാർഢ്യക്കാരനായ ഈ മനുഷ്യനെ അംഗീകരിക്കാനും അനുസരിക്കാനും തുടങ്ങി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാജി ഒരു വിമോചകനായി മാറിക്കഴിഞ്ഞു. 20-25 വർഷങ്ങൾക്കപ്പുറം മേഖലയിലെ മുസ്ലിം കുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ദുരാചാരമാണ് പതുക്കെ അപ്രത്യക്ഷമാകുന്നത്. ദഹജ് की सब बातें कब आए आपका याद में? करीब ये 15-20 साल से हुआ है. लड़की वाला जो मैंने अपना मन से दे दे. पहले के लोग मैंने लड़की वाला देते थे, लड़का को किसी को समझ में बुझाया तो गाय दे दिया, बकरी दे दिया, बासन बर्तन दे दिया. ये सब सवाल नहीं था. उस टाइम में गाय बकरा वगैरह होते थे. हाँ, गाय मैंने खुशी से मैंने लड़की वाला देता था कि ताकि ये सब चीज़ दे देंगे कि बढ़ोतरी हो, आगे चलकर इसका काम हो. खेती भी देते थे? खेती का जमीन भी देते होंगे? ना जमीन नहीं देते? नहीं, जमीन नहीं. തെറ്റാണെന്ന് അറിയുമായിരുന്നിട്ടും നാട്ടുനടപ്പ് സമൂഹങ്ങളെ ഒന്നടങ്കം വിഴുങ്ങി. ദരിദ്രരുടെ വീടുകളിൽ നടന്ന ഓരോ വിവാഹവും
കുടുംബത്തിന്റെ ഉള്ള ആസ്തികൾ വിറ്റുപെറുക്കി നടത്തുന്ന ദയനീയമായ ആഘോഷങ്ങളായി മാറി. ये 400-500 रुपये कमाते हैं। अब इसमें बाल बच्चे पढ़ाना लिखाना सारा चीज़ इसमें होता है। मतलब दहेज देना बड़ा मुश्किल थी, बहुत मुश्किल होती है। क्या करते थे अगर किसी को पहले जो बच्चियों को जो शादी की थी आपने, दहेज के लिए कैसा आपने उसका पैसा उठाया था? खेत बाड़ी बेच दिए, बिक्री कर दिए, बेच दिए। कितने खेती थी आपको? खेती बहुत ज़्यादा थी, लेकिन वही से बेच पाच के जो है ना तो बच्चे को शादी कर दी है। शादी कर दी। अब मेरे पास कुछ नहीं बचा। अब उसके बाद जो मुहिम शुरू हो गया, अब अगले जब शादी जब करेंगे, हाँ। आपको उम्मीद है कि अब बगैर खुदा हाफिज है। ലാത്തേഹാറിന് ചുറ്റുമുള്ള ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഇന്ന് സ്ത്രീധന വിരുദ്ധ കമ്മിറ്റികളുണ്ട്. ഇവരറിയാതെ ഒറ്റ മുസ്ലിം വീടുകളിലും വിവാഹങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ വിശ്രമമില്ലാത്ത അധ്വാനമായിരുന്നു ഇത് ഹാജിക്കും കൂട്ടുകാർക്കും. वो कमेटी अंजुमन कमेटी या मदरसा या मस्जिद कमेटी को खबर करते हैं और मस्जिद कमेटी हम लोगों को बुलाती है कि आप आएँ और फलां जगह पर आएँ, फलां जगह पर पूरे इलाके के लोग हम लोग जमा हो रहे हैं या पूरे गांव के, और वहाँ जाते हैं और वहाँ बाकायदे इस अभियान को, इस मसाइल को रखते हैं. സ്ത്രീധനം ചോദിച്ചെത്തുന്ന വരന്റെ വീട്ടുകാർ ഇന്ന് മേഖലയിൽ സാമൂഹികമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ്. എന്നല്ല, കമ്മിറ്റിയെ ഭയന്ന് ആരും അതിന് ധൈര്യപ്പെടാത്ത അവസ്ഥയാണ് മേഖലയിലുടനീളം. बहुत कम आदमी बचा हुआ है इस साल में. हाँ, मैंने पूरे आदमी जो है ना 2 आना 4 ना जो है अभी 6 व्यवस्था में ही ले रहा है उन लोग. शादी बाद लें, अभी मत दीजिए, बाद में ले लेंगे. हाँ, 4 आदमी में 2 आना करीब ऐसे आदमी है अभी. हाँ, बाद में ले लेंगे. काहे कि कसम खाने की बात है और कोई बात करने की है, इसलिए आदमी कर नहीं रहा है, फिर बाद में लेने तैयार होता है. हालांकि ये हम लोग मालूम हो जाता है, फिर हम लोग उस पर हावी होते हैं. പ്രവർത്തനം ആരംഭിച്ചതോടെ തന്നെ ലാത്തേഹാർ, പാലേമു, ഗഡുവ ജില്ലകളിലെ മുഴുവൻ ഖാദിമാരുടെയും പിന്തുണ ഹാജി ഉറപ്പുവരുത്തിയിരുന്നു. हम अनजान जगह पे जैसे जाते हैं, हालांकि आज इस्लाम की रोशनी हर आदमी के पास पहुंच चुकी है. अब वो आदमी अनजान नहीं है. अलबत्ता अगर वो नहीं जानता है तो हम उसको ये बताते हैं कि शरीयत, हदीस और कुरान में ये है, शरीयत में जहेज़ लेना ये जायज़ है, देना भी जायज़ है, लेकिन उसी को मांग करके लेना, डिमांड करके देना, ये नाजायज़ व हराम है. ये हम उसको बताते हैं कि जो चीज़ हमारे लिए जायज़ है उसको हम तरीक़ा बदल करके हम उसको नाजायज़ कर देते हैं. സ്വമനസാലയാണ് ഇന്ന് ഈ സംരംഭവുമായി കുടുംബങ്ങൾ സഹകരിക്കുന്നത്. രഹസ്യമായി സ്ത്രീധനം വാങ്ങുന്നുവെന്ന പരാതി പോലും ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രമേ ഉയരുന്നുള്ളൂ. അതുതന്നെയും കമ്മിറ്റികളുടെ ശ്രദ്ധയിൽ വിവരം പെടുന്നതുവരെ മാത്രം. और कल सब कुछ पूछताछ करने के बाद खास करके हम लोगों ने दहेज के बारे में पूछताछ किया कि इनके साथ कुछ बातचीत है, कुछ कमिटमेंट है, कुछ दहेज लेन देन के बारे में, कुछ सामान या नकदी का. तो उन्होंने साफ इनकार किया कि ऐसा कोई बात नहीं. इनसे भी पूछे कुछ डिमांड किया गया है, तो इन्होंने इनकार किया कि वैसा कोई बात नहीं है. उनसे भी पूछताछ की है ये कि कुछ नकदी वकदी का कुछ मैटर है या कुछ सामान वामान का. बोले नहीं, मैं निस्वार्थ करूँगा और जहाँ तक हो सकेगा मैं लड़की के बाप को मैं सहयोग भी करूँगा, क्योंकि जितना ये चाहेंगे बारात भी मैं उतना ही आऊँगा जितना ये चाहेंगे. मैं इनको किसी तरह का मैं कष्ट देना नहीं चाहता हूँ. പ്രധാനമായും പ്രേരണയും ഉത്ബോധനവുമാണ് ഹാജി ഇക്കാര്യത്തിൽ പ്രയോഗിച്ച തന്ത്രങ്ങൾ. മതസംഘടനകൾ നയിച്ച സാമൂഹിക വിപ്ലവമായിരുന്നു ഇത്. कहीं किसी पॉलिटिकल पार्टी के सपोर्ट या किसी को कोई सियासी नज़रियात को पेश करने की इसमें कोई गुंजाइश ही नहीं है. നുണ പറയുന്നു എന്നോ കമ്മിറ്റിയെ ധിക്കരിക്കുന്നു എന്നോ ബോധ്യപ്പെട്ടവരുടെ കാര്യത്തിൽ ലക്ഷ്യം നേടുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ടായിരുന്നു. ദൈവവിശ്വാസത്തെ തന്നെയാണ് ക്യാമ്പയിൻ നേതാക്കൾ ഉപയോഗപ്പെടുത്തിയത്. तो उसके लिए हम लोग एक मस्जिद में कसम खिलाते हैं अपने ईमान पर. अगर आपकी ईमान ताज़ा है तो आप कसम खाइए, हम लोग भरोसे कर लेंगे कि आप पैसा नहीं लिए हैं. और नहीं जो कसम खाता है उसे साबित होता है कि इन्होंने पैसा लिया है. अपने विश्वास है अपना धर्म पे, उस धर्म के खिलाफ नहीं जाते हैं मुसलमान. वो कसम अगर पैसा लेकर खाते हैं तो एक दहशत है, लोगों में विश्वास है कि हमने मर जाएगा, गुनाह किया है तो उस पर हम पर पड़ेगा, बच्चों पर पड़ेगा. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും പിന്നോക്കക്കാരും നിരക്ഷരരുമായ ജാർഖണ്ഡിലെ മുസ്ലിങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തെ കാലയളവിൽ മാത്രം 6 കോടി രൂപയുടെ സ്ത്രീധനമാണ് പെൺവീട്ടുകാർക്ക് തിരിച്ചു നൽകിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന തർവാടി ഗ്രാമം ഉൾപ്പെടുന്ന ഈ ലത്തേഹാർ ജില്ലയിൽ മാത്രം 40 ലക്ഷം രൂപ ഇങ്ങനെ കഴിഞ്ഞ ഈ ഒരു ചെറിയ കാലയളവിൽ ഭാര്യ വീടുകളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. और उसी फैसले का नतीजा है कि पिछले साल 2016 में 6 करोड़ रुपया हम लोगों ने लड़की वालों से दिया हुआ पैसा लड़के वालों से वापस लिया. മറ്റുള്ള സാമൂഹിക പരിഷ്കരണ സംരംഭങ്ങളിൽ നിന്നും ഹാജിയുടെ സ്ത്രീധന വിരുദ്ധ പ്രസ്ഥാനത്തെ വേറിട്ടു നിർത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഒറ്റയാൾ പ്രസ്ഥാനമായി തോന്നാമെങ്കിലും
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാജിയുടെ നേതൃത്വം തന്നെയാണ്. എല്ലാ നീക്കങ്ങളുടെയും മുഴുവൻ സാമ്പത്തിക ബാധ്യതയും അദ്ദേഹം ഒറ്റക്കാണ് വഹിക്കുന്നത്. ഗ്രാമങ്ങളിലൂടെ ക്യാമ്പയിനു വേണ്ടി സഞ്ചരിക്കാനുള്ള വാഹനങ്ങളും റാലികൾക്കുള്ള ചെലവുമൊക്കെ ഹാജിയുടെ പോക്കറ്റിൽ നിന്ന്. ജനങ്ങളെ ഉപദേശിക്കുക മാത്രമല്ല, പരസ്യമായോ രഹസ്യമായോ ആരും ക്യാമ്പയിൻ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. अभी आपको मैं बताता हूँ, रंका प्रखंड में एक झमेलवा गांव है। वहाँ हम लोगों को मालूम हुआ 9 बजे रात में हम वहाँ गए। लड़के वाले को मालूम हो गया कि पूरी कमेटी पूरी टीम वहाँ पहुँची हुई है। वो 1,87,000 रुपया लिया हुआ था और आते आते पहले चेक मतलब सुपुर्द किया, 1,87,000 रुपया का चेक दिया। इतना खौफ था कि कमेटी वाले आए हैं तो कहीं ना कहीं कुछ गड़बड़ होगा। വല്ലപ്പോഴുമേ സമ്മർദ്ദതന്ത്രങ്ങൾ ഇപ്പോൾ പ്രയോഗിക്കേണ്ടി വരുന്നുള്ളൂ. കമ്മിറ്റിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്ത്രീധനം ഉപേക്ഷിക്കുന്ന എത്രയെങ്കിലും ഉദാഹരണങ്ങളാണ് ഈ ഗ്രാമങ്ങളിൽ. वो तो बहुत पहले का रवाज था, लेकिन बीते साल हाजी मुमताज जो पोखरी के हैं वो अभियान चलाए, समझ गए ना, कि दहेज लेना है न देना है। तब से लोग जागरूक हुआ और जागरूक के आधार पर अभी लिया या दिया नहीं जा रहा है। അബ്ദുൽ സത്താറിന്റെ കാര്യത്തിൽ കമ്മിറ്റി ഇടപെട്ടെങ്കിലും സംഭവിച്ച തെറ്റ് അദ്ദേഹം സ്വയം തിരുത്തുകയായിരുന്നു. अब्दुल सत्तार साहब जो हमारे गांव के हैं, वो अपने लड़के पिंटू अंसारी का रिश्ता तरवाडी में नीम साहब के लड़की से किए थे। उन्होंने जो है 40,000 रुपया जो है नगद के तौर पर लिए हुए थे। उसमें हम लोग का जो है कमेटी के लोग जो है सारे हम लोग कमेटी के जो से जितने मेंबर हैं, है ना, सारे लोग जो है उनको मिल कर के उनको मोटिवेट किए कि दहेज लेना बिल्कुल हराम है, मांगना हराम है, ठीक है। जिसके एवज में उन्होंने जो तरवाडी में आकर के नीम साहब को 40,000 रुपया जो दहेज का रकम लिए हुए थे उन्होंने वापस किया। സത്താറിന്റെ കുടുംബം പണം തിരികെ തന്ന കാര്യം പെൺവീട്ടുകാർ സമ്മതിക്കുന്നു. പണം തിരികെ നൽകുക മാത്രമല്ല, തനിക്ക് സംഭവിച്ച അബദ്ധത്തിന് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. സ്ത്രീധനം ഉപേക്ഷിക്കുന്ന സാഹചര്യം ഇങ്ങനെ സ്വയം ബോധ്യപ്പെടുന്നത് പെൺകുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും സുപ്രധാനമായിരുന്നു. हर कमेटी का आदमी जो है से जागरूक होते गया कि तिलक नहीं लेना है। जैसे लातेहर का ये इचाक का कमेटी है जहाँ हम लड़की को शादी किए हैं, वहाँ का कमेटी का सोच हो गया कि तिलक किसी को न लेने देना है या न देना है ना। इसके बाद इचाक वाला पर यहाँ पर दबाव दिया तरवाडी वाला, या तरवाडी वाला फिर इचाक को दबाव दिया, दोनों कमेटी मिल करके इसके बाद अपने विचार करके कि फलना फलना को सेट हुआ है, ये जो पैसा दे दिया है उसको रिटर्न दिला देना है, और कमेटी के थ्रू जो है से मेरा पैसा वापस हुआ। ഹാജിയുടെ സംരംഭത്തിൽ ആകൃഷ്ടരായ പലരും സ്വമേധയാ ഇപ്പോൾ സ്ത്രീധനം തിരിച്ചു നൽകുന്നുണ്ട്. ചിലരെങ്കിലും പതിറ്റാണ്ടുകൾ മുമ്പേ സ്ത്രീധനം വാങ്ങിയവരായിരുന്നു. വസ്ത്രവ്യാപാരിയായ ഷമീം 20 വർഷങ്ങൾക്ക് മുമ്പ് 7,000 രൂപയായിരുന്നു സ്ത്രീധനം വാങ്ങിയത്. അന്ന് അത് വലിയ തുകയായിരുന്നുവെന്ന് ഷമീം പറയുന്നു. ഭാര്യാപിതാവ് അന്തരിച്ചെങ്കിലും കുടുംബത്തിലേക്ക് ഈ തുക കഴിഞ്ഞ വർഷം ഷമീം തിരിച്ചു കൊടുത്തു. उस टाइम में लिया गया था, तो बाद में हम लोग को मालूम पड़ा ये लेना देना हराम है, नाजायज़ है करके। तो पिछले साल हम लोग सारे पूरे ये कमेटी बना के दहेज रोको अभियान छिड़ा गया। उसमें हम लोग जो है से खुद मैं अपना जो भी रकम लिया गया था वो हमने पिछले साल वापस किया। സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന സമ്പ്രദായം ഇല്ലാതാകുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട ദുരാചാരങ്ങൾക്കും വലിയൊരളവിൽ അന്ത്യം കുറിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ വാരിയെറിഞ്ഞും നൂറുകണക്കിന് പവൻ ആഭരണങ്ങൾ നൽകിയും കോടികൾ ചെലവിട്ടുമുള്ള വിവാഹങ്ങൾ ജാർഖണ്ഡിൽ ഇല്ലായിരുന്നുവെങ്കിലും മാറ്റം പ്രകടമാണ്. എന്നാൽ ദാരിദ്ര്യം മുഖമുദ്രയായ സംസ്ഥാനത്ത് 10,000 രൂപയുടെ വിരുന്ന് പോലും ഒരു പിതാവിന് കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. 2 വീട്ടുകാരും ഒരുമിച്ച് വിവാഹപ്പന്തലിലെത്തുന്ന രീതി ഈ സംസ്ഥാനത്ത് വിപ്ലവമായാണ് കണക്കാക്കപ്പെടുന്നത്. ലാത്തേഹാർ ജില്ലയിൽ അത്തരമൊരു വിവാഹം ആദ്യമായി നടന്നതുപോലും ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ്. बस वही उसके चलते यही नाजायज तरीके से जो ज़बरदस्ती लेन देन हो रहा था, उसके चलते यह रस्म रिवाज बढ़ रहा था। आज कंट्रोल हो रहा है। आज मतलब 20 गाड़ियों की जगह 5 गाड़ियों में भी बारात जा रहे हैं और शादियां हो रही है। हमने शुरू किया है, हमारे बच्चे का मतलब शादी है कल, तो हमने तो यह शुरू किया है कि लड़की वाले को यहाँ बुलवा के मैंने निकाह मतलब करने का जो है मन बनाया है, और लोग आ रहे हैं और उसकी तैयारी चल रही है। लातेहार जिले में तो पहली बार हो रहा है।
എന്നാൽ സ്ത്രീധനത്തിന് പകരമായി വിവാഹ സമ്മാനങ്ങൾ വാരിക്കോരി നൽകുന്ന ഏർപ്പാട് ചില വീടുകളിലെങ്കിലും പുതിയൊരു പ്രതിസന്ധി രൂപപ്പെടുത്തുന്നുണ്ട്. होता है दिक्कत होता है कि मतलब इसका कुछ नहीं मिला और तो बहुत कुछ मिलता है, हमको कुछ नहीं मिला, इसको कुछ नहीं मिला, यही सब होता है बात. എന്നാൽ കാലക്രമേണ ഇത്തരം ദുരാചാരങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദഹജ് റോക്കോ അഭിയാൻ. വിവാഹാനന്തരം ഉപേക്ഷിക്കപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ എണ്ണം 25 ലക്ഷത്തോളം വരുമെന്നാണ് കണക്കുകൾ. എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച രാഷ്ട്രീയ തർക്കങ്ങളുമായി നമ്മുടെ നേതൃത്വം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുമ്പോൾ വളരെ നിശബ്ദമായി ജാർഖണ്ഡിലെ ഈ ഗ്രാമത്തിൽ നിന്നും ഒരു പുതിയ വിപ്ലവം ആരംഭിക്കുകയാണ്. ഇത് പോക്രി കലാൻ. സ്ത്രീധനരഹിതമായി ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെ വിവാഹം കൂടുതൽ സുഭദ്രവും അയത്നലളിതവുമായി നടത്താമെന്ന വളരെ മികച്ച ഒരു മാതൃകയുമായാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. असली मुद्दा दहेज है. दहेज के कारण ही तलाक दे देते हैं जिसको कमी लगता है. दहेज मांगने के लिए मतलब अपने बीवी लोग के बोलते हैं कि दहेज मांगो, हमको कम सामान मिला है, तो इसी कारण से वो बोल नहीं पाती है और मिलता नहीं है सामान मैके से, तो वही फिर तलाक दे देते हैं गुस्सा के कारण. നഗ്മ ഉയർത്തിക്കാട്ടിയ പ്രശ്നം തന്നെയാണ് ഗ്രാമീണ മേഖലയിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ട് പൊതുവെ മുസ്ലിം സ്ത്രീകൾ ഉയർത്തുന്നതും. हमरा नकदी है ये नहीं है कि हम लड़की के शादी करें, हैं? नकदी रहता तो शादी होता है, पहल का सब खत्म हो ले का तो ऐसे बोले ना. എന്നാൽ കേന്ദ്ര സർക്കാർ തലാഖ് നിർത്തലാക്കാൻ നിയമം കൊണ്ടുവരുന്നു എന്ന മട്ടിൽ പാതി മാത്രം കേട്ട് വിഷയം മനസ്സിലാക്കിയവരും ഗ്രാമീണ മേഖലയിലുണ്ട്. तलाक का मसला तो यह सुन रहे हैं, हम लोग तो पढ़े लिखे नहीं है, जाहिल हैं, लेकिन है जो सुन रहे हैं जो का तो आगे तलाक के मसला नहीं जान रहा है सरकार, ये बात तो है, ये सुने हैं. हमने तो हम अपना तरफ से क्या बताएं, हम तो पढ़े लिखे उतना नहीं है जो हम किताब दे के बता दें. വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികൾ പിന്നാക്കം പോവാൻ സ്ത്രീധനമാണ് മുഖ്യ തടസ്സമെന്ന് തിരിച്ചറിഞ്ഞ് ഇത്തരം നീക്കങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കകത്തും ഉണ്ടാവണമെന്ന അഭിപ്രായമാണ് 14-കാരിയായ അഞ്ജനകുമാരിയുടേത്. मामा के यहाँ 5 गो बेटियाँ हैं ना, तो मामा लोग बहुत टेंशन में रहते हैं. 5 गो बेटियाँ तो बहुत तकलीफ करते हैं कि हम कैसे करेंगे. कम उम्र में भी शादी हो कर देते हैं मामा लोग. पढ़ाई देते हैं लड़कियों को इधर. पढ़ाई 5 गो बेटियाँ तो पढ़ा भी नहीं सकते हैं मेरे मामा लोग, बोलते हैं कि कहाँ से खर्च चलाएंगे. സ്ത്രീധനത്തിനായി വിലപേശി എത്തിയവർക്ക് വിവാഹ പന്തലിൽ നിന്നും വധുവിനെ നൽകാതെ മടക്കി അയച്ച നിരവധി സംഭവങ്ങൾ പോയ ഏതാനും മാസങ്ങളിൽ ഈ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുടി പകുതി പഠിച്ച് കഴുത്തിൽ ചെരുപ്പ് തൂക്കി ഞാൻ സ്ത്രീധനത്തിന്റെ അത്യാർത്ഥിക്കാരൻ എന്ന ബോർഡും തൂക്കി ഇരിക്കുന്ന ഈ യുവാക്കളെ പന്തലിൽ നിന്നും ധീരയായ ഒരു പെൺകുട്ടി ഇറക്കിവിട്ടതാണ്. സമാനമായ അനുഭവം ഹാജിക്കുമുണ്ട് പറയാൻ. तो 1,87,000 नाश्ता नहीं किया, अब आते आते 1,87,000 रुपये का चेक दिया कि हमसे गलती हो गई, आइंदा ऐसा नहीं करेंगे, बल्कि इस टीम में हम भी शामिल रहेंगे, है ना. तो ऐसे भी मामले हो रहे हैं. अभी आपको गढ़वा ज़िला में आपका एक दतवनिया एक जगह है, वहाँ तो हुआ कि लड़की वाले से लड़का वाला जो है 1 लाख का पर सौदा किया, फिर 15 दिनों के बाद फिर 1,50,000 किया. बारात आने से एक दिन पहले कहा कि 2 लाख रुपया आप दीजिए. 1.5 लाख रुपया ले लिया था कि 50,000 रुपया और हमको दें तब हम बारात आएंगे. लड़की वालों ने निर्णय लिया कि नहीं, बारात को बुलाते हैं. बारात बुलाया गया. अब बारात बुलाने के बाद कहा गया कि आप जो 1.5 लाख रुपया लिए हो पहले वापस करो. 15 किलोमीटर दूरी पर मतलब लड़के वाले का मकान था. फिर 1.5 लाख रुपया वापस लाया और फिर बगैर शादी का लड़के को वापस कर दिया गया. ലാത്തേഹാറിലെയും പാലമുവിലെയും അന്യ സമുദായങ്ങൾക്ക് കൂടി സ്ത്രീധന വിരോധ സമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനമായും ഹാജി മാറിക്കഴിഞ്ഞു. ഈ ജില്ലകളിലെ നിരവധി ഇത്തരം സമുദായ യോഗങ്ങളിലേക്ക് ഇന്ന് ഹാജി സ്ഥിരം ക്ഷണിതാവാണ്. हाँ, हिंदू समाज के अंदर भी इनका बल मिलेगा, क्योंकि इनको लोग बहुत ही दोनों कौम के लोग इनको बहुत पसंद करते हैं. आज तक इन्होंने जो भी कुछ हुआ कभी ऐसा कोई कार्य नहीं किया जिससे कि किसी कौम को मैंने नुकसान पहुंचा हो. हिंदू समुदाय के लोगों के लिए भी इन्होंने बहुत कार्य किया. अच्छा. പിന്നോക്ക പ്രദേശമായ ജാർഖണ്ഡിലെ ലാത്തേഹാർ, പലമു, ഗഡ്വ ജില്ലകളിലെ മുസ്ലിങ്ങൾ ചേർന്നുകൊണ്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ജില്ലകൾക്ക് പുറത്തും ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിക്കുകയാണ്. സ്ത്രീധനം എല്ലാ സമുദായത്തിൻ്റെയും ശാപമാണെന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു സമുദായങ്ങളും ഇന്ന് സംഘടനയെ സമീപിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഒന്നിനെ വളരെ പ്രശംസനീയമായാണ് അവർ നേരിടുന്നതെന്നാണ് മേഖലയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റു സമൂഹങ്ങൾക്ക് ഇതിൽ മാതൃകയുണ്ടെന്ന് പറയുന്നവരും കുറവല്ല. इसके देखा देखी दूसरे समाज के भी लोग शुरुआत कर रहे हैं. ये मैंने काफ़ी बहुत बढ़िया पहल है कि अब पॉलिटिकल मुद्दा जो लोग जिस तरह से जो लोग करते हैं,
अब उनका अपना करना काम है, लेकिन यह ज़मीन में जो इस तरह से हो रहा है ये ज़मीनी हकीकत है और इसको करके इन्होंने दिखाया बिना कोई अति के नहीं, जन सहयोग से, लोगों के सहयोग से और यहाँ ज़मीन में जो लोग बैठे हुए उनके सहयोग से। ഇന്ത്യയിൽ ഓരോ 77 മിനിറ്റിലും ഓരോ സ്ത്രീധന മരണം നടക്കുന്നുവെന്നാണ് കണക്കുകൾ. 2012 ദേശീയ ക്രൈം ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 18,233 സ്ത്രീധന കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കപ്പെടുന്ന സ്ത്രീധന മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആത്മഹത്യകളുമൊക്കെ എത്രയെങ്കിലുമുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങൾക്കും ആത്മഹത്യകൾക്കും മരണങ്ങൾക്കുമൊക്കെ പണ്ടുമുതലേ പേരുകേട്ട സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, ബീഹാർ പോലുള്ളവ. 1538 മരണങ്ങളാണ് സ്ത്രീധന കേസുകളുമായി ബന്ധപ്പെട്ട് 2014 സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഈയിടെയായി കുറഞ്ഞു വരികയാണെന്ന് സാമൂഹിക മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. लगे हुए हैं मुमताज़ भाई इस मुहिम को मैंने शुरू किए आगे और उसमें सारे लोग हम लोग शामिल हैं, हम भी अपना इसमें योगदान दे रहे हैं. प्रशासन तो बात की बात है, ये पहले एक समाज का जो लोग हैं उनको इसमें आगे हिस्सा लेना चाहिए. और जहाँ तक हमने देखा कि इसमें लोगों का झुकाव हो रहा है और लोग इस बात को समझ रहे हैं और आज एक्सेप्ट भी कर रहे हैं कि दहेज का जो थप्पड़ था उसके कारण बहुत सा बेटी का हत्या हो रहा है और उसमें अभी हम सुधार देख रहे हैं पलामू जिला में. പോക്രി കരാനിൽ നിന്നും തുടക്കമിട്ട് ജാർഖണ്ഡിലുടനീളം വ്യാപിച്ച് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പരക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാവുകയാണ് ഹാജി മുംതാസ് അലിയുടെ ഈ സ്ത്രീധന വിരുദ്ധ പ്രക്ഷോഭം.